മമ്മൂട്ടി മോഹൻലാലും സിനിമയിൽ വരുമ്പോഴേക്കും സിനിമ നിർത്തിയല്ലോ എന്തായാലും. ഞാൻ നിർത്തി. പക്ഷെ അവരെ കാണാറൊക്കെ ഉണ്ടായി. മമ്മൂട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജൂനിയറാണ്. ഓ അങ്ങനെ. മഹാരാജാസിലും ജൂനിയറാണ്, ലോ കോളേജിലും ജൂനിയറുമാണ്. മമ്മൂട്ടിയുടെ കൂടെ ഞാൻ ഡബ്ബിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഡബിങ്ങിലേക്ക് നമുക്ക് വരണം എന്തായാലും. തൃഷ്ണ IV ശേഷര പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഓ അതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടി. രാജലക്ഷ്മിക്ക് വേണ്ടി. ഇപ്പൊ ഡബിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. അക്കാലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോ അല്ലെ ഓപ്പോൾ, കൃഷ്ണ, ഓപ്പോളില് മേനയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ആർക്കറിയില്ല കേട്ടോ. ഓപ്പോളില് മേനയ്ക്ക് ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണയിൽ രാജലക്ഷ്മിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശൃംഗാരം എന്നുള്ള പടത്തില് തമിഴില് ഒരു ക്യാരക്ടറിന് ഞാനാണ് ഡബ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് 4 പെണ്ണുങ്ങൾക്ക് വേണ്ടി വിളിച്ചു. അതിൽ നന്ദിതാദാസിന് വേണ്ടി ഡബ് ചെയ്തു. ഇപ്പൊ 4 പെണ്ണുങ്ങളിൽ നന്ദിതാദാസിന് ഡബ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഈ കരയുന്ന ഒരു സീനുണ്ട്. അതിൽ ഈ നന്ദിതാദാസിന്റെ ഇവിടുത്തെ ഞരമ്പിന്റെ ഇതുപോലും അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്ഷൻ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര രസമാണ്. ഇപ്പൊ നമുക്ക് അതിനുശേഷം ഇപ്പോൾ ഈ കഥയിലെ ജീവിതം എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാലഘട്ടം വരെ ഏകദേശം 19 വർഷം ഇങ്ങനെ സിനിമയിൽ നിന്ന് മാറി ഈ കുടുംബജീവിതമൊക്കെ ആയിട്ട് നടന്നു. അതിനെക്കുറിച്ചും പിന്നെ അച്ഛൻ്റെ പുസ്തകം, അച്ഛനെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതാനായിട്ടുള്ള ഒരു ആലോചന ഉണ്ട് അല്ലേ? ശരി ശരി. അച്ഛനെ കുറിച്ച് സത്യത്തിൽ തുടങ്ങണം. ഒരുപാട് പേരെ പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ ഒരുപാട് പറഞ്ഞു, മോൾക്കൊന്ന് എഴുതിക്കൂടി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളെന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഭാനുപ്രകാശ് എന്ന് പറയുന്ന ഒരാളായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹമാണ് ഒരു ചേച്ചി ഇത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ he said you should write. കാരണം അച്ഛനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നാട്ടുകാരും കൂടി അറിയണം. 2 പ്രാവശ്യം തുടങ്ങിയിട്ടും ഇമോഷണൽ പ്രോബ്ലം കൊണ്ട് നിർത്തി. ഇപ്പം ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ ഭാനുപ്രകാശാണ് അതിന് വേണ്ട ഒരു പ്രചോദനമായത്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ സമാഗമത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം പത്രപ്രവർത്തകനും എഴുത്തുകാരനും കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ കേളിയുടെ എഡിറ്ററുമായ ശ്രീ ഭാനുപ്രകാശ്. ഭാനുപ്രകാശിനെ കേളിയുടെ എഡിറ്റർ എന്നുള്ള രീതിയിലും മുരളിയെക്കുറിച്ചുള്ള പുസ്തകം എഴുതി എന്നുള്ള രീതിയിലൊക്കെ എനിക്കറിയാം, നേരത്തെ അറിയാം അദ്ദേഹത്തെ. ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോയപ്പോഴാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ എന്തായിരുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ? കാരണം ഒരുപാട് വർഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രചോദനം, എനിക്ക് ചേച്ചിയുടെ സിനിമകൾ വളരെ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ. കാരണം ചേച്ചിയെ കല്യാണം കഴിച്ചത് എൻ്റെ നാട്ടിലേക്ക് തന്നെയാണ്, ഫറൂഖ് പൂതേരി ഇല്ലത്തേക്ക്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ഒരു താല്പര്യം കൂടി അതിലുണ്ടായിരുന്നു, ചേച്ചിയെ കാണണം എന്നുള്ളത്. കാരണം പണ്ടൊക്കെ ചേച്ചി അവിടെയുള്ള ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാനൊക്കെ അത് കൗതുകത്തോടു കൂടി കണ്ടിരുന്നു. ഒരു സിനിമാ നടി നേരിട്ട് കാണുന്ന ആദ്യം ഞാൻ കണ്ട ഫിലിം ആർട്ടിസ്റ്റും ചേച്ചി തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിയോടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫിലിം ജേർണലിസ്റ്റിലേക്ക് വന്നതോടുകൂടി, കാരണം എനിക്ക് നമ്മളെ പുതിയ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളതിലും കൂടി കൂടുതൽ താല്പര്യം. കാരണം ഇവരൊക്കെ കടന്നു വന്ന ഒരു സാഹചര്യങ്ങൾ, കാരണം പല ആക്ട്രസും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിൽ പിടിച്ചു നിന്നതൊക്കെ. അപ്പോൾ അത്തരം ഹിസ്റ്ററിയൊക്കെ അറിയാനുള്ളൊരു താല്പര്യമായിരുന്നു എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ ചേച്ചിയെ കാണണം എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത്. ഞാൻ വിളിച്ചപ്പം ചേച്ചി തന്നെയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ചേച്ചി ഇൻ്റർവ്യൂവിൽ ചേച്ചിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഒന്ന് വന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ ചേച്ചി വരാൻ പറഞ്ഞു. ചേച്ചി ഒരു ഫിലിം ആക്ട്രസ് എന്നുള്ള അതിലുപരി ചേച്ചിയുടെ ഒരു പ്രതിഭ ഇതിലൊന്നുമല്ല. കാരണം ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല. അതിലാദ്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ചേച്ചിയുടെ അച്ഛനെ കുറിച്ചിട്ട് ഒരു പുസ്തകം. ഇതിൻ്റെ ടോപ്പിക്കാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. കാരണം അച്ഛൻ, മാന്ത്രികൻ, സ്വാതന്ത്ര്യം. പക്ഷെ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എത്രയാണെന്നുള്ളത് ചേച്ചി മനസ്സിലാക്കിയിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. ചേച്ചി മനസ്സിലാക്കിയിരുന്നോ എന്നല്ല, കാരണം അത്രയധികം കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു രംഗത്ത് തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ അവിടുന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അത് 2-3 തവണ ചേച്ചിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അല്ലേ, 2 പ്രാവശ്യം വീണ്ടും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ചേച്ചി ഈ സിനിമയിൽ സജീവമായിരുന്നു, പിന്നെ സിനിമ വിട്ടു. ആ കാലത്ത് സൈക്കോളജിയെക്കുറിച്ചിട്ട്
ഒരുപാട് ആർട്ടിക്കിൾ ചേച്ചി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആർട്ടിക്കിളൊക്കെ ഇപ്പോഴാണ് അമൃത TV-യുടെ ഒരു പ്രോഗ്രാം കഥയിലെ ജീവിതം എന്നുള്ള ആ പ്രോഗ്രാമൊക്കെ വരുന്നതോടുകൂടിയാണ് ശരിക്കും നമ്മൾ കാണലുണ്ട്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരവ്, ഷീല തിരിച്ചു വന്നു, അങ്ങനെ ഒരുപാട് നടിമാർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി തിരിച്ചു വന്നത് ശരിക്കും കൃത്യമായൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ്. കാരണം ശരിക്കും നമ്മൾ ഒരുപാട് കവലപ്രസംഗങ്ങളൊക്കെ നടത്തി പോകുന്ന പല വനിതാ വിമോചന പ്രവർത്തകർക്കും ഒരു മാതൃകയാവേണ്ടത് ഇത്തരം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. പക്ഷെ പുതിയ ജനറേഷൻ വിധുബാല എന്ന ആർട്ടിസ്റ്റിനെ അറിയുന്നത് ചലച്ചിത്ര നടി എന്നുള്ള രീതിയിലല്ല, കാരണം കഥയല്ല ജീവിതത്തിലൂടെയാണ് ശരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു സമൂഹം, അടുത്തൊരു കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ വർക്ക് അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ മലയാള സാഹിത്യത്തിന് നല്ലൊരു എഴുത്തുകാരിയെ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുപോലെ ഇപ്പം ചേച്ചി ഈ അടുത്ത് ഒരു യാത്ര, വലിയൊരു യാത്ര ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ യാത്രകൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര. അച്ഛൻ്റെ കൂടെയുള്ളപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എവറി ഓൾട്ടർനേറ്റ് ഇയർ ഒരു പിൽഗ്രിമേജ് എന്നുള്ളതാണ്. ഒരു കൊല്ലം വെക്കേഷനായിട്ട് പോയി, ഒരു കൊല്ലം പിൽഗ്രിമേജ്. അപ്പോൾ ചാർധാം കഴിഞ്ഞു, പിന്നെ ഒരു ഈജിപ്റ്റ് പോയി, പിന്നെ ഇക്കൊല്ലം പോയത് കൈലാസ് മാനസരോവർ. മാനസരോവറിലൊക്കെ പോയി കുളിച്ചോടെ പോയിട്ട്. ചേച്ചി അത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. ശരി ശരി. ഒരിക്കൽ ഞാൻ ചേച്ചിയെക്കുറിച്ചൊരു പുസ്തകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആലോചന നടത്തി. കാരണം ഇത്ര വിവിധ മേഖലകളിൽ ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചേച്ചി പറഞ്ഞു എന്നെക്കുറിച്ച് പുസ്തകം വേണ്ട, അതെന്തായാലും വേണ്ട, എന്നേക്കാൾ എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജീവിച്ച് മരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നു ഒരുപാട് പേര്. അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ചേച്ചി ഗൈഡായിട്ട് മലയാളത്തിലെ ഹീറോയിൻസിനെ കുറിച്ച് വലിയൊരു പുസ്തകം ചെയ്യാന്നുള്ള ഒരു ആലോചന ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് ചെയ്യാന്നുള്ളത്. അത് റോസി മുതലുണ്ട്. പക്ഷെ നമ്മൾ മലയാള സിനിമയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ളൊരു ചേച്ചി തന്നെയാണ് അതിൻ്റെ ഗൈഡ്. ചേച്ചി തന്നെ പറഞ്ഞു മിസ് കുമാരിയിൽ നമുക്ക് തുടങ്ങാം, നീലക്കുയിലിലെ നായിക, അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. ആ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ രീതിയിലല്ല, കോഫി ടേബിൾ ബുക്ക് ആ രീതിയിലുള്ള ഒരു ബൃഹത്തായുള്ളൊരു ഗന്ധത്തിൻ്റെ ചേച്ചിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ നന്ദി, വളരെ സന്തോഷം.